പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പോരാട്ടം തുടരുന്നു. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനും പാകിസ്ഥാനെതിരെ പോരാടുന്ന TDPയും അൽ-ഖ്വയ്ദ ഭീകര സംഘടനയും തമ്മിൽ രഹസ്യ കരാറിൽ ഒപ്പുവെച്ചതായി സെൻസേഷണൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറിലൂടെ പാകിസ്ഥാന്റെ തലയിൽ ഇടിമിന്നൽ വീണു എന്നാണോ അർത്ഥമാക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ ഉടൻ തന്നെ പാകിസ്ഥാനുമായി യുദ്ധം ആരംഭിക്കുമെന്നാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. കുറച്ചു നാളുകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയും തമ്മിൽ കടുത്ത സംഘർഷം നിലനിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാന്റെ പിന്തുണ TDPക്കുണ്ട്. സംഘർഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനാണ്. അതിർത്തിയിൽ പാകിസ്ഥാനും TDPയും തമ്മിൽ വളരെ കാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് 2024 ഡിസംബറിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ച് TDP ക്യാമ്പുകൾ ആക്രമിച്ചു. നിരപരാധികളടക്കം 47 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ രോഷാകുലരായ TDP പാകിസ്ഥാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് ആക്രമണം നടത്തിയതിനാൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനും TDPയെ പിന്തുണച്ചു. കഴിഞ്ഞ 3 മാസമായി അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കടുത്ത സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ താലിബാനിലെയും പാകിസ്ഥാൻ സൈനികർ ഉൾപ്പെടെ 100-ലധികം പേർ മരിച്ചതായി പറയപ്പെടുന്നു. സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. TDP പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു സർക്കാർ സ്ഥാപിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതുമൂലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി TDP അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായും അൽ-ഖ്വയ്ദയുമായും രഹസ്യ കരാറിൽ ഏർപ്പെട്ടതായാണ് റിപ്പോർട്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഓൺലൈൻ വാർത്താ ഏജൻസിയായ അഫ്ഗാനിസ്ഥാൻ ഇന്റർനാഷണൽ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഈ പറഞ്ഞ വാർത്താ ഏജൻസി അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം നിലനിന്നിരുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് ശേഷമാണ് ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമായത്. ഈ യുദ്ധത്തിലൂടെ അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡന്റ് അഷ്റഫ് ഘാനിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നത്. ഈ സമയത്ത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായും തെഹ്രീകെ താലിബാനുമായും അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ ഭീകര സംഘടനകളുമായും ഒരു കരാറിലെത്തി. ഈ കരാറിന്റെ പേര് മിർ അലി കരാർ എന്നാണ്. ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടതും നിലവിലെ അഫ്ഗാൻ ആഭ്യന്തരമന്ത്രിയുമായ സിറാജുദ്ദീൻ ഹഖാനിയും TDPയുടെയും അൽ-ഖ്വയ്ദ ഭീകര സംഘടനയുടെയും കമാൻഡർമാരും തമ്മിലാണ് ഈ കരാർ ഉണ്ടാക്കിയത്. കരാർ ഒപ്പുവെച്ചപ്പോൾ നിലവിലെ അഫ്ഗാൻ ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനി താലിബാന്റെ പരമോന്നത നേതാവ് മുല്ല ഹിബത്തുള്ള അബുദ് സാദയുടെ വലം കൈയായിരുന്നുവെന്നും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ISI തീവ്രവാദികളുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ISI പാകിസ്ഥാനെതിരെ തിരിയാൻ കാരണമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ISI താലിബാനെ തുടർച്ചയായി പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കരാർ പ്രകാരം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തുകയാണെങ്കിൽ അവർ പാകിസ്ഥാനും ഏറ്റെടുക്കണം. ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സർക്കാർ അവിടെയും സ്ഥാപിക്കണമെന്ന് കരാറിൽ പ്രസ്താവിച്ചു. ഇക്കാര്യമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാൻ നിലവിൽ പ്രവർത്തിക്കുന്നതും. 2024 ഡിസംബറിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ TDP ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചിരുന്നു. അഫ്ഗാനിൽ താലിബാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ TDP സംഘടനകളെ ലക്ഷ്യമിടുന്നത്. ഇതിൽ പ്രകോപിതരായ അഫ്ഗാൻ പ്രതിരോധ മന്ത്രിയും മുല്ല ഉമറിന്റെ മകനുമായ മുല്ല യാക്കൂബ് TDPയുടെ ഒരു വിഭാഗമായ HGPയുടെയും നേതാക്കളെ ഉടൻ വിളിച്ചു വരുത്തുകയും അവരോട് ചർച്ച നടത്തുകയും ചെയ്തു.